തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30 മുതൽ സെപ്റ്റംബർ മാസം 8 വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തിനിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. യെസ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. യെസ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ. കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്.
ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേറ്റുമാരെയും 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയവരെയും അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിതാഭായ് ഉദ്ഘാടനം ചെയ്തു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷം. ഇടമുളക്കൽ പഞ്ചായത്തിലെ പാലമുഖ ഭാഗത്താണ് തെരുവുനായക്കൂട്ടം നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകുന്നത്. മഴ പെയ്താൽ അഞ്ചൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിന്റെ മുൻവശം വെള്ളക്കെട്ടുകളാൽ നിറയും. അഞ്ചൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേറ്റുമാരെയും 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയവരെയും അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇടമണിൽ കേബിൾ ടിവിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചുമാറ്റി. ശക്തമായ മഴയിൽ അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ദുരിതത്തിലായി. ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെയും പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് ക്ലാസ് 8 ആരംഭിക്കും. വാർത്തകൾ വിശദമായി. അഞ്ചൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേറ്റുമാരെയും 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയവരെയും അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിതാഭായ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേറ്റുമാരെയും 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയവരെയും അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിതാഭായ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി കൊല്ലം ജില്ലയിൽ അഞ്ചൽ ബ്ലോക്കിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലാണ് മെറ്റീരിയൽ വർക്ക് നമ്മൾ ആദ്യമായി ഏറ്റെടുക്കുന്നത്. നമ്മൾ ആദ്യം അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൻ്റെ ഗ്യാലറി നിർമ്മാണവും അവിടുത്തെ തണൽ വൃക്ഷങ്ങളുടെ സംരക്ഷണവും എന്ന ഒരു പദ്ധതിയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അത് തുടക്കം കുറിച്ചപ്പം നമുക്ക് സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വർക്കായി മാറി. നമ്മുടെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ തൊഴിലാളികളെയും നമ്മളവിടെ നിരത്തി നമുക്ക് പക്ഷേ അവിചാരിതമായ എന്തോ കാരണത്താൽ മിനിസ്റ്റർക്ക് വരാൻ പറ്റിയില്ല. ബഹുമാനായ MLA പഞ്ചായത്ത് അംഗം N അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് അംഗം ബദറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. AE അനീഷ്, ബൈജു, അനിത, ആശ, സൗമ്യ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. ഇടമണിൽ കേബിൾ ടിവിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചുമാറ്റി. ഇടമൺ സത്രമുക്കിലാണ് KC ഡിജിറ്റൽ ടിവിയുടെ 250 മീറ്റർ നീളമുള്ള ഫൈബർ കേബിൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചുമാറ്റിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കേബിൾ റെന്റ് കുടിശ്ശിക വരുത്തിയ ഉപഭോക്താവിന്റെ കേബിൾ കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് കേബിൾ മുറിച്ചുമാറ്റിയതെന്ന് കേബിൾ ഓപ്പറേറ്റർ പറയുന്നത്. ഇതുമൂലം 1000-ഓളം കുടുംബങ്ങൾക്കാണ് കേബിൾ കണക്ഷനും നെറ്റ് കണക്ഷനും ഇല്ലാതെ വലയുന്നത്. മഴ പെയ്താൽ അഞ്ചൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിന്റെ മുൻവശം വെള്ളക്കെട്ടുകളാൽ നിറയും. പഞ്ചായത്ത് ഓഫീസിന്റെ വിശ്രമ കേന്ദ്രത്തിന്റെ ഭാഗമായി നിർമ്മിച്ച റൂഫിന്റെ മുകളിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത്. ഇതുമൂലം കൊതുകിന്റെ ശല്യവും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷം. ഇടമുളക്കൽ പഞ്ചായത്തിലെ പാലമുക്ക ഭാഗത്താണ് തെരുവുനായക്കൂട്ടം നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകുന്നത്. ഇടമുളക്കൽ പഞ്ചായത്തിലെ പാലമുക്ക ഭാഗത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ ജീവൻ അപകടത്തിലാണ്. നാട്ടുകാർ പലതവണ ഇടമുളക്കൽ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും
പട്ടിശല്യം ഒഴിവാക്കുവാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശക്തമായ മഴയിൽ അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ദുരിതത്തിലായി. മഴ പെയ്താൽ അഞ്ചൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിന്റെ മുൻവശം വെള്ളക്കെട്ട് കൊണ്ട് നിറയും. ഫ്രണ്ട് ഓഫീസിന്റെ മുൻവശത്തും സൈഡിലും ഷീറ്റ് കൊണ്ട് റൂഫ് നിർമ്മിച്ചത് പൊട്ടിയത് മൂലമാണ് മഴ പെയ്താൽ ചോർച്ച രൂപപ്പെടുന്നത്. പഞ്ചായത്തിലെത്തുന്നവർ തെറ്റി വീഴുന്നതും പതിവാണെന്നാണ് ADV ന്യൂസിന് അറിയാൻ കഴിഞ്ഞത്. അഞ്ചൽ ബസ് സ്റ്റാൻഡിനടുത്തുള്ള കംഫർട്ട് സ്റ്റേഷനും പൊതുവേദിക്കും ഇടയിലായി വലിയൊരു വെള്ളക്കെട്ട് നമുക്ക് കാണാം. ബസ് സ്റ്റാൻഡിൽ വരുന്നവരെല്ലാം ആ വെള്ളക്കെട്ടിൻ്റെ അടുത്തൂടെയും അതിനകത്തൂടെയൊക്കെ പോണ്ടി വരുന്ന സാഹചര്യം വലിയ രോഗബാധ ഉണ്ടാക്കുന്നുണ്ട്. പലരും വിഷമിച്ച് രോഗത്തിൽ വരയുന്നു. ഇവരെ സർക്കാർ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമോ? ഈ വെള്ളക്കെട്ട് എന്തുകൊണ്ട് അവസാനിപ്പിച്ചുകൂടാ? അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചയാണോ? അഞ്ചൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ അവർ കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർ കാണാവുന്ന കാര്യമേ ഉള്ളൂ. പൊതുജനങ്ങളല്ലെങ്കിൽ അവരെ അറിയിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും കമ്മിറ്റിയും അടിയന്തരമായി ഈ വെള്ളക്കെട്ട് മാറ്റുന്നതിന് ആവശ്യമായ നടപടിയെടുക്കണം. ഈ അടുത്ത കാലത്ത് AE ഓഫീസിൻ്റെ അടുത്ത് വെള്ളക്കെട്ടുണ്ടായത് AE ഷാലമീൻ അടിയന്തര ശ്രദ്ധ പഞ്ചായത്ത് പതിപ്പിക്കണം. ഉടൻ തന്നെ ആ വെള്ളക്കെട്ട് മാറ്റുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും എടുത്ത് ജനത്തെ രക്ഷിക്കണം. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. പഞ്ചായത്ത് പരിസരം മുഴുവനും വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളും ADV ന്യൂസിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. അർച്ചന ഫാമിലി AC ആൻഡ് non-AC റെസ്റ്റോറന്റ് അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC, non-AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non-AC Restaurant Anjal. Contact 0475 227 332 9947 03 5040. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 0475 22755511. മൊബൈൽ 944 733 4488. ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെയും പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് ക്ലാസ് 8-ന് ആരംഭിക്കും. ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെയും പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് വ്യാഖ്യാന ക്ലാസ് സംഘടിപ്പിക്കുന്നു.
പനയഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ 8-ന് വൈകുന്നേരം ആരംഭിക്കുന്ന ക്ലാസ് 12-ന് സമാപിക്കും. വൈകുന്നേരം 6 മുതൽ രാത്രി 8 വരെ നടക്കുന്ന ക്ലാസ്സിന് ആർട്ട് ഓഫ് ലിവിംഗ് അന്തർദേശീയ അധ്യാപകൻ ജി രാകേഷ് നേതൃത്വം നൽകും. അഞ്ചൽ പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2015 സെപ്റ്റംബർ മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ കഠോപനിഷത്തിൻ്റെ ഒരു വ്യാഖ്യാന ക്ലാസ് നടന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ ടീച്ചർ ശ്രീ രാകേഷ് ജിയാണ് ഈ ക്ലാസ് നയിക്കുന്നത്. ഉപനിഷത്തുകളും വേദങ്ങളും തുടങ്ങി ഭാരതത്തിൻ്റെ പൈതൃക സ്വത്തായ അറിവുകൾ പൊതുജനങ്ങൾക്ക് ആയി എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഭാരതമെമ്പാടും ആർട്ട് ഓഫ് ലിവിംഗ് നടത്തി വരുന്ന ജ്ഞാന സദസ്സുകളുടെ ഭാഗമായിട്ടാണ് ഈ വ്യാഖ്യാന ക്ലാസ് അഞ്ചലിൽ നടത്തുന്നത്. അഷ്ടവക്രഗീത, ഉപനിഷത്തുകൾ, നാരദ ഭക്തി സൂത്ര, പതഞ്ജലി യോഗസൂത്ര, ആത്മോപദേശ ശതകം, ജ്ഞാനപ്പാന തുടങ്ങിയവയെല്ലാം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് നൽകി വരുന്നതാണ്. ഇതിലേക്കായി എല്ലാവർക്കും പ്രവേശനം സൗജന്യമായാണ് പ്രധാനം. കഠോപനിഷത്ത് കൃഷ്ണ യജുർവേദത്തിലെ കഠശാഖയിൽപ്പെട്ടതാണ് കഠോപനിഷത്ത്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 വേദങ്ങൾ. ഋഗ്വേദത്തിന് 21 ശാഖകൾ, യജുർവേദത്തിന് 109 ശാഖകൾ, സാമവേദത്തിന് 1000 ശാഖകൾ, അഥർവവേദത്തിന് 50 ശാഖകൾ. ഇങ്ങനെ 4 വേദങ്ങൾക്കും കൂടി 1180 ശാഖകളാണ്. ഈ ഓരോ ശാഖകൾക്കും ഓരോ ഉപനിഷത്തുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 1180 ഉപനിഷത്ത്. അതിൽ 108 ഉപനിഷത്തുകൾ പ്രധാനമാണ് എന്ന് മുക്തികോപനിഷത്തിൽ ശ്രീരാമൻ ഹനുമാനോട് പറയുന്നതായിട്ട് പറയുന്നു. ഞാൻ എന്താണ് എന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് ഇന്ന് സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഒരു ആത്മചൈതന്യമാണെന്നും ഈ ചൈതന്യം നമുക്ക് കിട്ടുവാൻ വേണ്ടി ഈ ചൈതന്യം കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നതെന്നുമുള്ള അറിവ് കിട്ടാത്തത് കൊണ്ടാണ് വെട്ടിപ്പിടിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് മനുഷ്യൻ അക്രമത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭാരതീയ ചിന്താധാരകളിലുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഇല്ലാത്തതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഭാരതീയ ചിന്താധാരകളായിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ആരണ്യങ്ങളും ഭഗവത്ഗീത, ജ്ഞാനപ്പാന തുടങ്ങിയ വിഷയങ്ങൾ അവരിൽ കൊടുക്കുകയും അവരുടെ ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുകയും അതിലൂടെ അവരിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്ന്. ഭാരതത്തിന്റെ പൈതൃക സ്വത്തായ ഉപനിഷത്തുകളും വേദങ്ങളും ഉൾപ്പെടെയുള്ള അറിവുകൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ നടത്തിവരുന്ന ജ്ഞാന സദസ്സുകളുടെ ഭാഗമായിട്ടാണ് കഠോപനിഷത്ത് വ്യാഖ്യാന ക്ലാസ് അഞ്ചലിൽ നടത്തുന്നത്. വ്യാഖ്യാന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷം. ഇടമുളക്കൽ പഞ്ചായത്തിലെ പാലമുഖ ഭാഗത്താണ് തെരുവുനായക്കൂട്ടം നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകുന്നത്. മഴ പെയ്താൽ അഞ്ചൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിന്റെ മുൻവശം വെള്ളക്കെട്ടുകളാൽ നിറയും. അഞ്ചൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പമേറ്റുമാരെയും 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയവരെയും അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇടമണിൽ കേബിൾ ടിവിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചുമാറ്റി. ശക്തമായ മഴയിൽ അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ദുരിതത്തിലായി. ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെയും പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് ക്ലാസ് 8-ന് ആരംഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.
ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.